ഇന്നിപ്പോൾ ബൈക്കില്ലാത്തവരായിട്ട് ആരുമില്ലല്ലേ? അങ്ങനെ ബൈക്കുള്ളവരൊക്കെ അധികം ട്രിപ്പ് പോകുന്ന ആൾക്കാരായിരിക്കും. അങ്ങനെ പോകുന്ന ആൾക്കാരുടെ കയ്യിൽ അവരുടെ വണ്ടിയിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു സാധനമാണ് ഇത് ഇവിടെ ഉണ്ടാകുന്നത്. ഒരു ഹാൻഡിൽ ബാറിലൊരു മൊബൈൽ ഹോൾഡർ. അപ്പോൾ ഞാനും എൻ്റെ വണ്ടിയിൽ മൊബൈൽ ഹോൾഡർ വെക്കാനുള്ള ഒരു ഉദ്ദേശത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ആമസോണിൽ നോക്കിയപ്പോൾ ഒരുപാടുണ്ട്. ഇതാണ് കോമൺ ആയിട്ട് കാണുന്ന ഒന്ന്. പക്ഷേ ഇതെനിക്ക് തീരെ താല്പര്യമില്ല. പിന്നെ അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ പർപ്പസിനെ പറ്റിയതൊന്നും കാണുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എന്താണ് സ്വന്തമായിട്ടൊന്ന് ഉണ്ടാക്കിയാൽ എന്താണ്. അപ്പോൾ ഒന്നിൽ നിൽക്കുന്ന കോമൺ ടൈപ്പ് എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ വണ്ടിക്ക് പറ്റുന്ന രീതിയിൽ ഒരു മൊബൈൽ ഹോൾഡർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് എൻ്റെ പഴയ ട്രൈപോഡിൻ്റെ മൗണ്ടാണ്. ഓക്കെ, ട്രൈപോഡിൻ്റെ മൗണ്ട് മൊബൈൽ വെക്കുന്നത്. പിന്നെ ഒരു ക്ലാമ്പ് എടുത്തിട്ടുണ്ട്. ഈ ക്ലാമ്പ് നിങ്ങൾക്ക് കണ്ട് വലിയ പരിചയം ഉണ്ടാവില്ല. ഇത് നമ്മുടെ സീലിംഗ് ഫാന് തൂക്കിയിടുമ്പോഴുള്ള ഒരു 2 കഷ്ണം ക്ലാമ്പാണ്. അത് ഓൾറെഡി ഹോൾ ഇട്ടുകൊണ്ടാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇത് നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ആദ്യം ഇതൊന്ന് പരത്തി എടുക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു കർവായിട്ടുള്ളത് കാര്യമില്ലല്ലോ, അപ്പോൾ ഒന്ന് പരത്തി എടുക്കണം. അപ്പോൾ നല്ലപോലെ ഒന്ന് കല്ല് വെച്ച് ഇടിച്ച് പരത്താം. ഇതിപ്പോൾ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. പക്കാ ഫ്ലാറ്റൊന്നും അല്ല, എന്നാലും കുഴപ്പമില്ല. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു സൈഡും ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യണം. അതെന്താണെന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാം അതിൻ്റെ ആവശ്യം. ഇപ്പോൾ എന്തായാലും ഇത് ഞാൻ ഒന്ന് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. പക്കാ ഫിനിഷിംഗ് ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെയുള്ള പെയിൻറ്റ് വെച്ച് ചെയ്താണ്. നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാൻ ഒരു എക്സ്ട്രാ ഒരു ഹോള് വിട്ടിട്ടുണ്ട്. അത് ഞാൻ എന്താണെന്ന് വെക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് ക്ലാമ്പ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ചെരിവ് കാണാം കണ്ടോ. ഇങ്ങനെ ചെറിയ രീതിയിൽ ഞാൻ ചെരിച്ചെടുത്തിട്ടുണ്ട് ഇത്. അപ്പോൾ ഇനി നമുക്കത് വണ്ടിയിൽ എങ്ങനെ വെക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ വണ്ടിയുടെ ഇവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. മീറ്റർ കൺസോളിൻ്റെ താഴെയായിട്ടാണ് ഞാൻ ഫോൺ ഹോൾഡർ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 10ൻ്റെ ഒരു സ്പാനർ അല്ലെങ്കിൽ ടീ സ്പാനർ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ റൈറ്റ് സൈഡിൽ ആ ഒരു ഇതുണ്ടല്ലോ നട്ട്, അതാണ് ഊരുന്നത്. ഞാൻ അവിടെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. റൈറ്റ് സൈഡായിട്ടാണ് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഊരിയെടുക്കാം. ഓക്കെ, ഇനി ഇത് നമുക്ക് നമ്മൾ എടുത്ത ആ ക്ലാമ്പ് ഉണ്ടല്ലോ അതിലേക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് തന്നെ ബാക്ക് സൈഡിലൊരു ത്രെഡ് നട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഊരിയിട്ട് ഇത് ഞാനിങ്ങനെ ആ ബെൻഡാക്കിയ ഒരു ഭാഗം ഉണ്ടല്ലോ അതിങ്ങനെ വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഫിറ്റ് ചെയ്യണം. ഓക്കെ, ക്യാമറ ഫോക്കസ് ആവുന്നില്ല. ഓക്കെ, ഇപ്പോൾ ക്യാമറ ഫോക്കസായി. ഒരു വാഷർ വെക്കുന്നുണ്ട്, കാരണം അത്ര കട്ടിയില്ലാത്ത ക്ലാമ്പാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വാഷർ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒന്ന് ഏകദേശം പറ്റുന്ന രീതിയിൽ ഒന്ന് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നോക്കിയാലോ കണ്ടോ, ആ ചെരിവ് നിങ്ങൾക്കവിടെ കാണാം. അത് കറക്റ്റ് ഫ്ലാറ്റായിട്ടല്ല, ഒരു ചെറിയൊരു ആംഗിളിൽ ചെരിഞ്ഞാൽ നിൽക്കുന്നത്. അത് നമ്മൾ നേരത്തെ അഴിച്ച ആ ഒരു ബോൾട്ട് നട്ടിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ കണ്ടോ, ഞാനിപ്പോൾ 2 ഹോളിട്ട് ഇതിനാണ് കുറച്ച് ഉള്ളിലോട്ട് കയറി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാനത് ടൈറ്റ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഒരു ആവശ്യത്തിനനുസരിച്ചുള്ള മൊബൈൽ ഹോൾഡർ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഓൾറെഡി ഇതിൻ്റെ മൊബൈൽ ഹോൾഡർ ട്രൈപോഡ് മൗണ്ട് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കിത് പറ്റിക്കൊള്ളണം എന്നില്ല. എൻ്റെ ആവശ്യത്തിന് ഇത് മതി. ഇപ്പോൾ നോക്കിയാൽ കണ്ടോ, ആ മൊബൈൽ കറക്റ്റ് ഫ്ലാറ്റായിട്ട് അതിലിരിക്കുക, ഒരു ചെരിവുണ്ടാവും. അപ്പോൾ ആ ഒരു ചെരിവ്, അതായത് ഡയറക്റ്റ് സൺലൈറ്റ് മുകളിൽ നിന്ന് അടിക്കുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി നമുക്കൊന്ന് മൊബൈൽ വെച്ച് നോക്കാം. അപ്പോൾ മൊബൈൽ ജസ്റ്റ് ഇത് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ വൈഡായിട്ട് വരുമല്ലോ, അതിലേക്ക് മൊബൈൽ കയറ്റി വെച്ചാൽ മതി. സംഭവം വളരെ സിമ്പിളാണ്. ഓട്ടോമാറ്റിക്കായിട്ട് വലിയുന്ന രീതിയിലുള്ള റബ്ബർ സെറ്റപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളായിട്ട് തിരിച്ച് ടൈറ്റാക്കി വെക്കണം, എന്നാലേ നിൽക്കുകയുള്ളൂ. എന്തായാലും കുഴപ്പമില്ല. ഇപ്പോൾ കണ്ടോ, നമുക്ക് വലിയ ഹൈറ്റ് ഇല്ലാത്ത രീതിയിൽ വലിയ ഒരു തടസ്സമില്ല, മുന്നിലേക്ക് വീണൊന്നും തടസ്സമില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. ഇത് ഞാൻ ഓൾറെഡി ചെയ്യാൻ നോക്കിയതാണ്, പക്ഷേ ഇങ്ങനത്തെ മൗണ്ട് ഉണ്ട്. ഇപ്പോൾ വാങ്ങാൻ കിട്ടാത്തത് കൊണ്ടും പിന്നെ എനിക്ക് അത്ര പൈസ മുടക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇപ്പോൾ കണ്ടോ, അപ്പോൾ നമ്മൾ റൈഡറുടെ, അതായത് വണ്ടി ഓടിക്കുന്ന ആളുടെ ഡയറക്റ്റ് കണ്ണിലേക്ക് ഡയറക്റ്റ് വരുന്ന രീതിയിലാണ്, അതായത് വ്യൂ കറക്റ്റാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോൾ നിങ്ങൾക്ക് വ്യൂ കറക്റ്റായിട്ട് കിട്ടില്ല, കാരണം ഞാൻ വെയിലത്തായതുകൊണ്ട് പിന്നെ ക്യാമറയിലാണ് എടുക്കുന്നത്. അപ്പോൾ ക്യാമറയ്ക്ക് എക്സ്പോഷർ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് കാണുന്നത് കണ്ടിട്ടോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല വിസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യാമറയിൽ കാണുന്ന പോലെ അത്ര മോശമൊന്നുമല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ആംഗിൾ ഇങ്ങനെയല്ല, നമുക്ക് നേരെ സാധാരണ മൊബൈൽ എല്ലാവരും വെക്കുന്നത് നേരെയാണല്ലോ. അപ്പം അങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ അടിയിൽ ലൂസാക്കിയിട്ട് തിരിച്ചാൽ മതി. സംഭവം സിമ്പിളാണ്, ഇത്രേ ഉള്ളൂ.
ഇനി അടിയിലുള്ള അതും ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രൂ ടൈറ്റ് ചെയ്താൽ സംഭവം അനങ്ങാൻ നിന്നോളും. അപ്പോൾ ഇത്രേ ഉള്ളൂ, സംഗതി ഓക്കെ ആണ്. എൻ്റെ ആവശ്യത്തിനുള്ള സംഭവം ഉണ്ട്. പിന്നെ ഞാൻ ഇവിടെ വെക്കാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ വിൻഡ് വല്ലാണ്ട് തട്ടി ഫോണ് തെറിച്ച് പോകേണ്ടതെന്ന് വെച്ചിട്ടാണ് ഇത്ര താത്തി വെച്ചത്. സാധാരണ ഉയരിൽ വെക്കുമ്പോൾ വിൻഡ് തട്ടുന്ന പ്രശ്നമുള്ളതുകൊണ്ടാണ് ഇത്ര താത്തി വെച്ചത്. ഇപ്പോൾ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ കണ്ടോ, വലിയ പ്രശ്നമൊന്നും വരില്ല. ഇനി ചെറിയൊരു വിൻഷീൽഡ് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഒരു തരത്തിലും കാറ്റ് പിടിക്കില്ല. പിന്നെ ഇതിപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പുറത്തിറങ്ങാൻ പറ്റില്ല. പുറത്തിറങ്ങിയാൽ വണ്ടി കൊണ്ടുപോകും, അല്ലെങ്കിൽ എനിക്കിതിരെ നല്ല പണി കിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ വണ്ടി ഓടിച്ച് കാണിക്കാത്തത്. ഇനി ആവശ്യം കഴിഞ്ഞാൽ ഫോൺ ഉരുമാറ്റുക, ഇത് അതേപോലെ തിരിച്ച് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു ശല്യമില്ലാതെ അതവിടെ ഇരുന്നോളും. അപ്പോൾ സംഗതി എന്തായാലും ഓക്കെ ആണ്. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്തതിൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ഇടാം. ഓക്കെ.